ഓക്കെ, ഞാനിപ്പോൾ ഇറങ്ങി നടക്കുവാണ്. അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അവൻ വിളിച്ചു. അപ്പോൾ ഞാൻ ഹെൽമെറ്റൊക്കെ എടുത്ത് നടക്കുക. അവൻ അപ്പുറത്തെത്തിയിട്ടുണ്ട്. ഒരു കുപ്പി വെള്ളം എല്ലാം എടുത്തിട്ടുണ്ട്. ഹാൾ ടിക്കറ്റ് എടുത്തിട്ടില്ല, ഇന്നലെ പോയിട്ട് കിട്ടിയില്ല. അപ്പോൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇവിടെ നിന്ന് പ്രിൻ്റ് എടുത്തുകൊണ്ട് വേണം പോവാൻ. കുഴപ്പമില്ല, നമ്മളെ ലേറ്റായിട്ടൊന്നുമില്ല. നമ്മളിവിടെ നടക്കുകയാണ്. നല്ല പറ വെയിലുണ്ട്. പിന്നെ സൺസ്ക്രീനൊക്കെ ആവശ്യത്തിൽ കൂടുതൽ വാരിപ്പൊത്തി തൊപ്പി എല്ലാം വെച്ചിട്ടുള്ളത് കൊണ്ട് അങ്ങനൊരു സമാധാനത്തിൽ പോവുകയാണ്. ഒന്നും മറന്നിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബാഗും പേഴ്സും എല്ലാം എടുത്തിട്ടുണ്ട്, ഇതിലോട്ടെടുത്ത് ഇട്ടിട്ടുണ്ട്. നമ്മൾ വണ്ടി കയറിയുന്നൊരു 1 hour മതിയാകും എന്നാണ് എൻ്റെ ഒരു കണക്ക് കൂട്ടൽ. എന്തെങ്കിലും പോകുന്ന വഴിക്ക് ബ്ലോക്കൊന്നും കിട്ടിയില്ലെങ്കിൽ നമ്മുടെ അങ്ങോട്ടുണ്ടെങ്കിലും ബ്ലോക്കുള്ളൊരു ഏരിയ അല്ല. കൊല്ലം നമ്മൾ വേറെ റൂട്ട് കൊല്ലം അവിടെ എത്തുമ്പോഴേ ഉള്ളൂ കുറച്ച് തിരക്ക്. അതിന് മുന്നേ അത്ര അങ്ങോട്ട് വലിയ ബ്ലോക്കും കാര്യങ്ങളും ഇല്ല. നേരെ വേഗത്തിലൂടി പോവാം ഈ ഒരു സമയം ആയതുകൊണ്ട്. പിന്നെ വണ്ടിയിലാണല്ലോ, നമുക്ക് എന്തെങ്കിലും അത്യാവശ്യങ്ങൾക്ക് ഇറങ്ങി തന്നെ പ്രിൻ്റ് എടുക്കാൻ. ഇപ്പം ഞാൻ ഇവിടെ ഒരു കടയിൽ കയറാനായിട്ടാണ് എൻ്റെ പ്ലാൻ. അപ്പോൾ ഇവിടുന്ന് കിട്ടുവാണെങ്കിൽ എടുത്ത് വെച്ചുകൊണ്ടങ്ങ് പോവാം. കിട്ടിയില്ലെങ്കിൽ പിന്നെ വേറെ വഴിയില്ല, എന്തായാലും നമ്മൾ അപ്പുറം ചെന്നിട്ട് എടുക്കണം. ഞാൻ നടക്കുവാണ് ആഞ്ഞു പിടിച്ച്. ഇനി ഞാൻ അവിടെ കയറി പ്രിൻ്റൊക്കെ എടുക്കട്ടെ. എടുത്തു ഹാൾ ടിക്കറ്റ് എടുത്തു. എന്തായാലും കാഫിയെ തുറന്നിരിപ്പുണ്ട്. ഇന്നലെ ഞാൻ വൈകിട്ട് വന്നപ്പോൾ അടച്ചായിരുന്നു. അവനോട് ഞാൻ പറഞ്ഞത് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി നടക്കുക. നേരത്തെ പറഞ്ഞാൽ അത് പറയുമ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതേ ഉള്ളൂ. ഇന്ന് നമ്മളൊരു പ്രൊഡക്റ്റിൻ്റെ ഓൺലൈൻ ഡെലിവറി ഉണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ OTP വല്ലതും വന്നു എന്തായി എന്നൊക്കെ അറിയാൻ കൂടെ വേണ്ടിയിട്ടായിരുന്നു. വാട്ടവർ. നല്ല വെയിലാണ്, ഭയങ്കര വെയിലുണ്ട്. ഇത് സൺസ്ക്രീൻ ഇട്ടേക്കുന്നതുകൊണ്ട് ഇങ്ങനെ ഒരു ധൈര്യത്തിൽ നടക്കുന്നു. ഇല്ലെങ്കിൽ കരിയും എന്നുള്ള കാര്യത്തിൽ ഗ്യാരൻറ്റീഡ് കരിയും. പൊടിയിലും മുഖത്തും എല്ലാം വാരി തേച്ചിട്ടുണ്ട്. അവനിങ്ങ് എത്തിക്കാണ് പോകുന്നതാണ്. പിന്നെ അവന് ഹൈവേ കയറി ഇറങ്ങി ഇപ്പുറം വരണം. എന്തെങ്കിലും ഒന്ന് പറയാൻ വരുമ്പോൾ നാട്ടിലെങ്ങും ഇല്ലാത്ത വണ്ടിയാണ് ഇവിടെ. അല്ലെങ്കിൽ റോഡ് തൊട്ട വണ്ടിയില്ല. എന്തെങ്കിലും പറയാൻ വരുമ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ എക്സാം എഴുതാൻ വണ്ടിയിൽ പോകുന്നത്. സാധാരണ വണ്ടി ഞാൻ എൻ്റെ സ്കൂട്ടറിൽ പോയാലും ഇറങ്ങി ചെന്നിട്ട് ട്രെയിന് കൊല്ലത്ത് പോവുമോ, അല്ലെ അവിടെ ബസ് സ്റ്റാൻഡ് അവിടെ എവിടെയെല്ലാം കൊണ്ട് വെച്ചിട്ട് ബസ്സിനൊക്കെ പോവുകയാണ് പതിവ്. ഞാൻ അത്രയും ദൂരം അങ്ങനെ വണ്ടി യാത്ര പ്രിഫർ ചെയ്യുന്ന ആളല്ല. പക്ഷേ ഇപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കും ഒരിടത്ത് എക്സാം ഒരു സെൻറ്ററിൽ ആദ്യമായിട്ടാണ്. നമ്മളിങ്ങനെ ഒരുമിച്ച് എക്സാം കൂടെ വന്നപ്പോൾ പിന്നെ വെറുതെ എന്തിനും നമ്മൾ ബസ്സിൽ കയറി പോകണം. പക്ഷേ വെയിൽ കാണുമ്പോൾ തോന്നുന്നുണ്ട് ബസ്സിന് പോയാൽ മതിയെന്ന്. എല്ലാം കുഴപ്പമില്ല, നമുക്കിനുള്ള സമയമില്ല. അതിതുവരെ എത്തിയിട്ടില്ല. മിക്കവാറും നമ്മൾ പറഞ്ഞ ജംഗ്ഷനിൽ എത്തുമ്പോഴേ വരും. നമ്മുടെ വീടിൻ്റെ 1 കിലോമീറ്റർ അപ്പുറത്തുള്ള ജംഗ്ഷനിലാണ് അവൻ വരാമെന്ന് പറഞ്ഞത്. കണ്ടില്ലെങ്കിൽ ഇങ്ങോട്ട് കയറി വരും. അപ്പോൾ ഇതുവരെ ഇങ്ങോട്ട് കയറി വന്നില്ല. ഞാൻ ഓൾമോസ്റ്റ് 1/2 കിലോമീറ്ററിന് മേലെയായി. ഇനി 1/2 കിലോമീറ്റർ കൂടെ ഉള്ളൂ. അപ്പോൾ മിക്കവാറും നമ്മൾ എത്തുന്ന ലക്ഷണമാണ്. നോക്കാം. അപ്പോൾ ഞാനിത് ഈ വർക്കിൻ്റെ കൂടെ ഇങ്ങനെ പഠിച്ചൊക്കെ വരുന്നൊരു എക്സാമാണ്. എനിക്ക് എങ്ങനെ എത്രത്തോളം എഴുതാൻ പറ്റുമെന്ന് അറിയില്ല. എന്നാലും ഒപ്പിക്കാം. അത് എക്സ്പീരിയൻസ് ആണല്ലോ. പിന്നെ അപ്പോൾ മാത്സൊക്കെ ഒന്നുകൂടെ വർക്കൗട്ട് ചെയ്തൊക്കെ നോക്കി എൻ്റെ ഒരു ധൈര്യത്തിൽ പോകും. അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ എന്താവും അറിയില്ല. ആകെ ഉള്ള വീണ്ടുള്ള ഗുണം നല്ല ലൈറ്റ് ഉണ്ട് എന്നുള്ളത് മാത്രമാണ്. നല്ല ലൈറ്റ് ഉണ്ട്, വേറെ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. കാര്യം അവൻ വരുന്നുണ്ടോ? ഇല്ല, എത്തിയിട്ടില്ല.
നോക്കിട്ടെ. ഫോൺ എടുത്ത് വെച്ചിട്ട് ആദ്യം ഓക്കെ. മന്തി മനസ്സിലെത്തി. മന്തി കഴിക്കാം. മാൻഡേറ്ററി ആണല്ലോ, എന്തിനും കഴിക്കണമല്ലോ. ഒരു വെള്ളം കുടിച്ചു, ഇനി നമുക്ക് മന്തി കഴിക്കാം. ഞാൻ എൻ്റെ ഫസ്റ്റ് ടൈമാണ്. നീ സജസ്റ്റ് ചെയ്തത് കൊണ്ട് മാത്രം വരുന്നത്. ഞാൻ കാണിക്കാം. നീ വരണ്ടടാ എൻ്റെ വീഡിയോയിൽ. നീ കൂടെ ഉള്ളതായിട്ടേ ഞാൻ പറയുന്നില്ല. പോരെ.